നമ്മുടെ ഈ കൈക്കുള്ളിൽ വെള്ളം ഒരുപാട് ഒഴിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ നിൽക്കും. അതെങ്ങനെയെങ്കിലുമൊക്കെ ചോർന്നങ്ങ് പോകത്തില്ല വെള്ളം. അതുപോലെ തന്നെയാണ് പലരുടെയും പ്രശ്നങ്ങൾ. നമ്മളൊക്കെ ആ ഒഴുക്കിലങ്ങ് നിന്ന് കൊടുത്താൽ മതി, ഇതൊക്കെ അങ്ങ് പൊയ്ക്കോട് ഒഴുകി. പലരും എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് ഭയങ്കര വിഷമമാണ്. ഞാൻ അവരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ പറയാം, ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം നിൽക്കുമ്പോൾ ചിരിയാണ് വരും. കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുമ്പോൾ അതൊക്കെ ഒരു ചിരിയായിട്ട് വരും. കാരണം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്ത ആൾക്കാരൊന്നും ജെന്യൂൻ അല്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായ സമയത്ത്, ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ ജെന്യൂനിറ്റി അവർക്ക് കാണിച്ചതെന്ന് പറയുന്ന സമയത്ത് ശരിക്കും അതെല്ലാം ഒരു തീമിൽ ഇപ്പോൾ അത് ഓർക്കുമ്പോൾ അതെല്ലാം എനിക്ക് ബാക്കിലോട്ട് ചിന്തിക്കുമ്പോൾ എല്ലാം കോമഡി ആയിട്ട് തോന്നും. കാരണം നമ്മൾ ഒരു സൈഡിലോട്ട് മാത്രം ജെന്യൂനിറ്റി കാണിച്ചു. അതേ രീതിയാണ് നമ്മുടെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ഒഴുകി പോകുന്നത്. അവിടെ ഒരു സൈഡിൽ നിന്ന് കൊടുത്താൽ മതി, അതെല്ലാം ഒഴുകിപ്പോയിക്കോളും. അത് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് അതിൻ്റെ വഴിക്ക് അങ്ങ് ഒഴുകിപ്പോയിക്കോളും. നമ്മളിപ്പോൾ ഇന്ന് ഒരുപാട് കിടന്നോടുന്ന കാര്യത്തിനല്ല, ഇപ്പോൾ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അതിനെല്ലാം ഒരു പരിഹാരമുണ്ട്. അത് ദൈവം ഓട്ടോമാറ്റിക്കലി വന്ന് അത് ഒഴുകിക്കൊണ്ടങ്ങ് പൊക്കോളും. നമ്മൾ ഇന്ന് കൊടുത്താൽ മാത്രം മതി. നമ്മൾ ഇന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് നമുക്ക് ചെയ്തില്ലെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നു. ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്. പക്ഷെ ഇന്ന് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അവിടെ നിന്ന് കൊടുക്കാന്നുള്ളത്. നാളെ രാവിലെ എണ്ണിക്കുന്ന സമയത്ത് അതേ പുലരി, ഇന്ന് രാവിലെ പുലർന്ന് അതേ പുലരിയുടെ വെളിച്ചത്തോടെ സൂര്യൻ അവിടെ ഉദിച്ചു വരും. രാത്രിയാവും, ചന്ദ്രനെ കാണാൻ പറ്റും. ഇതെല്ലാം ഓൾറെഡി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഈ ലോകത്ത്.